ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഇൻ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ വാച്ച് ചെയ്യാത്തത് ഉണ്ട് എങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഇൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. അതിൽ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കൺവേർഷൻ മെത്തേഡാണ്. അപ്പൊ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം എന്തെല്ലാം പ്രൊസീജിയർ ആണ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, അതോടൊപ്പം തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റും അതുപോലെ തന്നെ ഈ പ്രോബ്ലവും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ നെറ്റ്വർത്ത് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് നമ്മൾ നെറ്റ്വർത്ത് മെത്തേഡ് എന്ന് പറയും, അതുപോലെ തന്നെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ പഠിച്ചതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനൽ അക്കൗണ്ട്സ് ഒന്നും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Under this method, profit or loss is computed by comparing the capital or net worth of the business on two different dates. അപ്പൊ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ ബിസിനസിന്റെ രണ്ട് ഡേറ്റ്സുകൾ, രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിലുള്ള ക്യാപിറ്റലുകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് ഫൈനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാപിറ്റലും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങിലുള്ള ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്, സോ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിനെ നമ്മൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് ഓൺ 1/4/2013 വാസ് ₹1 lakh and it is ₹1,25,000 on 31/3/2014, it can be said that the business has made a profit of 25,000 during the year. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ബിസിനസിന്റെ 1/4/2013 ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 lakh ആണ്. അതോടൊപ്പം തന്നെ അതിന്റെ എൻഡില്, ആ ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ 31/3/2014 അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,00,000 നിന്നും 1,25,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ ഇവിടെ രണ്ട് ക്യാപിറ്റലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 lakhും 1,25,000 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25,000 rupees ആണ്. ഈ 25,000 rupees കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. ക്യാപിറ്റലിൽ
ഓപ്പണിംഗ് ക്യാപിറ്റലിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ 25,000 ഇൻക്രീസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഈ 25,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം രണ്ട് ക്യാപിറ്റലുകൾ തമ്മിലുള്ള, രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള ക്യാപിറ്റലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രകാരം രണ്ട് ക്യാപിറ്റലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25,000 ആണ്. കാരണം 25,000 ഇൻക്രീസ് ചെയ്തിട്ടാണുള്ളത്. സോ ഈ ഒരു 25,000 എന്ന് പറയുന്നത് ആണ് ആ കമ്പനിന്റെ ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊസീജിയർ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പൊ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ ബിഗിനിങ് ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ ബിഗിനിങ് ആണ്. അപ്പൊ എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ ബിഗിനിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പം ആ ഒരു ബിസിനസിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ ബിഗിനിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ എൻഡ് ടു ഫൈൻഡ് ഔട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതോടൊപ്പം തന്നെ കമ്പനിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ എൻഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് ഡ്രോയിങ്സ് ടു ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഡ്രോയിങ്സ് നമുക്കറിയാം, കമ്പനീന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഗുഡ്സ് വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഡ്രോയിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഡക്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ ഫ്രം സ്റ്റെപ്പ് 3. നൗ വി വിൽ ഗെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്കൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അതായത് ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ഡ്രോയിങ്സ് ആഡ് ചെയ്തപ്പോൾ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ആ കിട്ടിയ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ കമ്പനീന്റെ ഓപ്പണിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റലും നമ്മൾ ലെസ് ചെയ്യുന്നു അല്ലേ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയുള്ള ആ ബാലൻസിൽ നിന്നും കമ്പനീന്റെ ഓപ്പണിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ കമ്പനി അഡീഷണൽ ആയിട്ട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് എന്നുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഡക്ട് ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് എക്സെട്ര ഫോർ ട്രേഡിംഗ് പ്രോഫിറ്റ്. നൗ വി വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നും ഡിപ്രിസിയേഷന്, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് ഇത്തരം എക്സ്പെൻസസും കൂടി നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ ബിഗിനിങ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ രണ്ടാം സ്റ്റെപ്പിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ എൻഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയിട്ടുള്ള ആ ബാലൻസിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടും. ആ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് അതുപോലത്തെ മറ്റുള്ള എക്സ്പെൻസസും കൂടി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിന് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാനുള്ള പ്രൊസീജിയർ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രോം ദി ഫോളോയിങ്. അവർ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ₹50,000, ക്ലോസിംഗ് ക്യാപിറ്റൽ ₹80,000, കറന്റ് ഇയർ ഡ്രോയിങ്സ് ₹6,000, അഡീഷൻ ടു ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ ₹10,000. ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് സിംഗിൾ എൻട്രി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലൂടെ നമ്മളോട് പ്രോഫിറ്റ് ഓർ ലോസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഓപ്പണിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ ആയിരുന്നു.
സെക്കൻഡ് സ്റ്റെപ്പിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ ആയിരുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡ്രോയിങ്സ് ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതുന്നു അല്ലെ. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 80,000 റുപ്പീസ് ആണ്. സോ അത് നമ്മളിവിടെ എഴുതി. സോ അതിനോട് കൂടി നമ്മൾ കമ്പനിന്റെ ഡ്രോയിങ്സ് എത്രയാണ്? ഡ്രോയിങ്സ് കറന്റ് ഡ്രോയിങ്സ് 6,000 റുപ്പീസ് ആണ്. സോ 6,000 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ഡ്രോയിങ്സ് 6,000 റുപ്പീസ്. അപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് ദാറ്റ് ഈസ് 80,000 പ്ലസ് 6,000 86,000 റുപ്പീസ് ആണ് നമുക്ക് കിട്ടുക. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ അതേപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ ലെസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ കാണാൻ പറ്റും. അതാണ് നാലാമത്തെ സ്റ്റെപ്പിൽ. കണ്ടോ, ഈ ഒരു മൂന്നാമത് കിട്ടിയ എമൗണ്ടിൽ നിന്നും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ആണ്. അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇവിടെ മൈനസ് ചെയ്യുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000, അഡീഷണൽ ക്യാപിറ്റൽ 10,000. അപ്പൊ ടോട്ടൽ 60,000 ആണ് നമ്മൾ ഈ ഒരു എമൗണ്ടിൽ നിന്നും മൈനസ് ചെയ്യേണ്ടത്. സോ 86,000 നിന്നും 60,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 26,000 ആണ്. ഈ 26,000 ആണ് നെറ്റ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കമ്പനിന്റെ ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടിങ് പ്രൊസീജിയർ ആയിട്ട് ബന്ധപ്പെട്ട സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ്. അതിൽ നമ്മൾ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. സോ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മൾ രണ്ട് മെത്തേഡാണ് നമുക്ക് ഉണ്ടായിരുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും അതേപോലെ തന്നെ കൺവേർഷൻ മെത്തേഡും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയർ എന്താണ്, അതിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.